ഇപ്പോൾ നാട്ടിലായിക്കോട്ടെ ദുബായിലായിക്കോട്ടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് വില കുറച്ച് വിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വില കുറച്ച് കിട്ടുന്ന എല്ലാം നല്ലതാണെന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. ഇപ്പോൾ ഡിസ്ട്രസ് ഡീൽ എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ 3 രീതിയിലാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. നാളെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺസ് നോക്കുമ്പോൾ റെൻറ്റും കഴിഞ്ഞ് സർവീസ് ചാർജും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓണർ വിറ്റത്. ഇപ്പോൾ നാട്ടിലായിക്കോട്ടെ ദുബായിലായിക്കോട്ടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് വില കുറച്ച് വിൽക്കുന്നുണ്ട്. ഡിസ്ട്രസ് ഡീൽ എന്ന് ഒരുപാട് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതെ, അപ്പം അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമുക്ക് വില കുറച്ച് കിട്ടുന്ന എല്ലാം നല്ലതാണെന്നില്ല. നമുക്ക് അത് നോക്കി കണ്ടും ചെയ്യണം. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നാട്ടിലെ കാര്യം മാറ്റി നിർത്തി ദുബായിലെ കാര്യം എടുത്താൽ ഇവിടെ ഒരുപാട് ഡിസ്ട്രസ് ഡീൽസ് നമ്മളിപ്പോൾ 2008 ആയിക്കോട്ടെ, 2014 ആയിക്കോട്ടെ, 2020 ആയിക്കോട്ടെ, ഈ സാഹചര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ക്രാഷ് ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേര് പാനിക്കായിട്ട് പ്രോപ്പർട്ടി വിറ്റിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പാനിക്കായിട്ട് വിറ്റിട്ട് പോകുന്ന പ്രോപ്പർട്ടീസിനാണ് നമ്മൾ പൊതുവേ അങ്ങനെ വിൽക്കുന്നതാണ് പൊതുവെ ലാഭകരമായിട്ട് കിട്ടുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ ഇപ്പോൾ 2020 കോവിഡ് സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ച ആളുകൾക്ക് ഒരുപാട് ലാഭം ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലായി, എഡ്യൂക്കേറ്റഡ് ആയി ഒരുപാട് ദുബായിലെ വീഡിയോസ്, നമ്മൾ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അധികം ദുബായിലെ വീഡിയോസാണ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ പഠിച്ചു, ഈ സമയത്ത് വിറ്റാൽ വില കിട്ടില്ല, വില നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്താൽ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, ആരും വിൽക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. ഇപ്പോൾ ഡിസ്ട്രസ് ഡീൽ എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ 3 രീതിയിലാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ഈ പറയുന്ന പോലെ പാനിക് ആയിട്ട് വിൽക്കുന്ന ആളുകളുടെ ഒരു ഡിസ്ട്രസ് ഡീലുകൾ. രണ്ടാമത്തേത് ഇതിൽ തന്നെ മാർക്കറ്റ് പ്രൈസിലും താഴെ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലും താഴെയാണ്, അത് ഡിസ്ട്രസ് ഡീൽ അല്ല. പിന്നെ പറയുന്നത് OP, ഒറിജിനൽ, വാങ്ങിയ വിലയിലും താഴെയാണ് ഇപ്പോൾ ഞാൻ വിൽക്കുന്നത്. ഇതും ചില സാഹചര്യങ്ങളിൽ ഡിസ്ട്രസ് ആവാം, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഡിസ്ട്രസ് ആവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കേസ് 1 എടുക്കാം. ഒരു കേസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ 2 മില്യൺ ദിറംസ് കൊടുത്ത് ഞാൻ മറീനയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് 2024 വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 2026 ആയപ്പോഴേക്കും മറീനയിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3 മില്യൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2022 ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി 1.5 പോയിട്ടുണ്ടാകും. അപ്പോൾ 2022 1.5, 2024 2 മില്യൺ, 2026 ആയപ്പോഴേക്കും 3 മില്യൺ. അപ്പോൾ 1.5 മുതൽ ആ ഒരു ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 1.5 മില്യൺ ആണ്. അപ്പോൾ ആ പ്രൈസിൽ അപ്പോൾ വാങ്ങിച്ചവർക്ക് 3 മില്യൺ വരെ മാർജിൻ കിട്ടി. അപ്പോൾ നമ്മൾ 3 മില്യൺ വാങ്ങിച്ചിട്ട് നമ്മൾ 2.5 മില്യന് വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസിലും കുറവാണ്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് 3 മില്യൺ ഉണ്ട്, ഞാൻ 2.5 വിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇപ്പോഴും ഇപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് അവിടെ 1.5 4 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സൈക്കിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ ഡിസ്ട്രസ് ഡീലിലേക്ക് കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും. ഇനി രണ്ടാമത്തെ കേസ് 2 എന്ന് പറയുന്നത് ലെസ് ദാൻ OP, വാങ്ങിച്ച വിലയിലും കുറച്ച് വിൽക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് വാങ്ങിച്ച വിലയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്, ഇനി വാങ്ങിച്ച വില. ഇപ്പോൾ ഇതേ കേസ് സ്റ്റഡിയാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറീനിൽ 2022 ഒരു 1.5 ഒരു 1 ബെഡ്റൂം വാങ്ങിച്ചു. അതുപോലെ തന്നെ വേറൊരാൾ 2024 2 മില്യൺ വാങ്ങിച്ചു. 2026 ആയപ്പോൾ 3 മില്യൺ വാങ്ങിച്ചു. ഇപ്പോൾ ഈ രണ്ടാമത് വാങ്ങിച്ച ആളാണെങ്കിൽ പോലും അയാൾ പറയുകയാണ്, ഞാൻ 2 മില്യൺ വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ് 2024, ഞാനിപ്പോൾ ഇത് 1.8 മില്യൺ വിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച വിലയിൽ 2 ലക്ഷം ദിറംസ് കുറവാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സിറ്റുവേഷനിൽ ഈ ഗ്രോത്ത്, ഈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പ്രോപ്പറായിട്ടുള്ള ഫയലുണ്ട്. ആ ഫയൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ട്രസ് ഡീൽ എന്നുള്ളതും ആ ഡിസ്ട്രസ് ഡീലിൽ എങ്ങനെ നമുക്ക് ഇൻവോൾവ് ആവാമെന്നുള്ളതൊക്കെ അതിൽ പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ് ഫയൽ ഡൗൺലോഡായി കിട്ടും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങണോ എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമുക്ക് ഇപ്പോൾ ഈ ലെസ് ദാൻ OP പ്രൈസ് എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 ലക്ഷം ദിറംസ് നഷ്ടത്തിലാണല്ലോ വിൽക്കുന്നത്, ഞാൻ വാങ്ങട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ? ഇപ്പോൾ 2020 ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ പ്രോപ്പർട്ടി 2024 പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 2022 1.5, 2024 ആയപ്പോൾ 2 മില്യൺ. ഞാൻ 1.8 കൊടുത്താൽ പോലും 2 ലക്ഷം ദിറംസ് വിൽക്കുന്ന ആൾക്ക് നഷ്ടമാണെങ്കിൽ പോലും വാങ്ങുന്ന എനിക്ക് ഫേസ് ചെയ്യേണ്ടത് 1.5 ഉപയോഗിച്ച ആൾക്കാരും മാർക്കറ്റിലുണ്ട്. അവർ 1.8 വിറ്റാൽ അവർക്ക് 3 ലക്ഷം ലാഭം കിട്ടും. അപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ അവിടെ അപ്പോഴും വന്നു. അപ്പോൾ ഡിസ്ട്രസ് ഡീൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സൈക്കിൾ പ്രോപ്പറായിട്ട് ഓരോ ലൊക്കേഷനിലും പഠിക്കണം. ഓരോ ലൊക്കേഷനും ഓരോ സൈക്കിളാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് ബേ എന്ന് പറയുന്ന ലൊക്കേഷനിലെ സൈക്കിൾ പീക്കിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രസ് ഡീൽ എന്ന് പറഞ്ഞ് വാങ്ങുന്നതൊക്കെ അബദ്ധമായിരിക്കും. മറീനെ പോയി വാങ്ങിച്ചാലും ഡൗൺ ടൗണിൽ പോയി വാങ്ങിച്ചാലും കിട്ടുന്ന ഡിസ്ട്രസ് ഡീലുകൾ എന്ന് പറയുന്നതെല്ലാം ഇതുപോലെ തന്നെ
നമുക്ക് അതിൻ്റെ സൈക്കിൾ പ്രോപ്പറായിട്ട് പഠിച്ചവർക്ക് മാത്രമാണ് അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ചുമ്മാ ചെന്നൊരു പ്രോപ്പർട്ടി വില കുറച്ച് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ ചിലപ്പോൾ 5 ലക്ഷമോ നമുക്ക് കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ആ സൈക്കിൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോൾ അവിടെ ഒരു 1 മില്യൺ മുതൽ പ്രോപ്പർട്ടി വിറ്റ് തുടങ്ങിയ സാഹചര്യത്തിൽ വാങ്ങിച്ച ആളുകൾക്ക് ഈ 3 മില്യൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് ഹൈ പ്രൈസ് ആയില്ലേ. അപ്പോൾ പീക്കിലെത്തി. ആ സൈക്കിൾ ഒരു ഏത് റിയൽ എസ്റ്റേറ്റിനാണെങ്കിലും ഒരു സൈക്കിളുണ്ട്, ഒരു വേവ് ഉണ്ട്. ആ വേവിന് നമുക്ക് 5 ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അക്യൂമുലേഷൻ ആണ്, രണ്ടാമത്തത് എക്സ്പാൻഷൻ, മൂന്നാമത്തത് യൂഫോറിയ, നാലാമത്തത് ഡിസ്ട്രിബ്യൂഷൻ, അഞ്ചാമത്തത് ക്യാപിറ്റലേഷൻ. ഈ പറയുന്ന 5 ഘട്ടങ്ങളിലാണ് ഒരു പ്രോപ്പർട്ടി മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു വേവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്യൂമുലേഷനിലാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയാം. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ലെറ്റ്സ് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വാങ്ങുന്നത് വളരെ സേഫ് ആയിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് ഒരു അറേബ്യൻ രാജ്യത്തെ ഒരു കമ്മ്യൂണിറ്റി, അവിടെ ആ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഫേസിനെയാണ് നമ്മൾ അക്യൂമുലേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് വാങ്ങിക്കുന്നവർക്ക് ലാഭം ഉണ്ടാവും. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഫേസാണ്. ആ ഫേസ് എന്ന് പറയുന്നതും കുഴപ്പമില്ല, നമ്മളൊരു റിസ്ക് ഇല്ലാതെ വാങ്ങാൻ പറ്റും. മൂന്നാമത്തെ സാഹചര്യമാണ് യൂഫോറിയ. യൂഫോറിയാണ് ഏറ്റവും ഡേഞ്ചർ. അതായത് ആ മാർക്കറ്റ് ഓൾമോസ്റ്റ് പീക്കിലേക്ക് എത്തി. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ യൂഫോറിയ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾ പറയും ഗോൾഡിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. ഈ പാനിക്കായിട്ട് പേടിച്ച് പോയി വാങ്ങൂലേ, വില കൂടുവോ അങ്ങനത്തെ ഒരു പേടിയിൽ പോയി വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അതിൻ്റെ നല്ല ഫീസുകളെല്ലാം കഴിഞ്ഞു ഇനിയും കൂടുമോ എന്ന് പേടിച്ച് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി ഹയർ പ്രൈസിൽ വാങ്ങേണ്ടി വരും. ഇപ്പം ഗോൾഡ് 640 വരെ പോയി. അപ്പോൾ ഇനിയും കൂടുമെന്ന് പറഞ്ഞിട്ട് 640 പോയി വാങ്ങിച്ച ആളുകൾക്ക് വില കൂടി ഇപ്പോൾ 540 തിരിച്ച് താഴേക്ക് വന്നു. അപ്പോൾ ഒരു സൈക്കിളിലാണ് ഇത് പോകുന്നത്, ഗോൾഡല്ല. ഞാൻ ജസ്റ്റ് കമ്പാരിസൺ പറഞ്ഞാണ്. അപ്പോൾ യൂഫോറിയ സ്റ്റേജാണ് പല സിറ്റീസിൽ. ഇപ്പോൾ ദുബായ് തന്നെ പല കമ്മ്യൂണിറ്റീസിൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂഫോറിയ, അതായത് ഒരു പീക്ക് നിൽക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ഏതെങ്കിലും ഡെവലപ്പ് ആയി വരുന്ന ലൊക്കേഷനിൽ ഈ പറയുന്നത് പോലെ തന്നെ അക്യൂമുലേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഉള്ള പ്രോപ്പർട്ടി വാങ്ങണം. അതുപോലെ തന്നെ ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷനാണ്, അതുപോലെ ക്യാപിറ്റലേഷൻ. ഇത് രണ്ടും ഈ പറയുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫേസാണ്. ഈ 2 ഫേസിൽ നിൽക്കുന്ന ഈ 2 ഫേസിലും വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഡിസ്ട്രസ്സിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ യൂഫോറിയ മുതൽ ഈ പറയുന്ന 3 സ്റ്റേജിൽ വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും സേഫ് അല്ല. അത് ഡിസ്ട്രസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് അക്യൂമുലേഷൻ, അതായത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഇനീഷ്യൽ ഫേസിൽ നമുക്ക് ഫസ്റ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ ബിൽഡിങ്ങിൽ വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ അതിലൊരു ഡിസ്ട്രസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും, സേഫ് ആയിരിക്കും. അല്ലാതെ വെറുതെ എന്തെങ്കിലും വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നാട്ടിൽ പിന്നെയും നമുക്ക് ഇപ്പോൾ പറമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വില കുറച്ച് കിട്ടിയാൽ വാങ്ങാം. ഫ്ലാറ്റുകൾക്ക് ഇതേ സിറ്റുവേഷനാണ്. ഫ്ലാറ്റുകൾ ഇപ്പോൾ നമ്മൾ 50 ലക്ഷത്തിന് വാങ്ങിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡിമാൻഡ് നാട്ടിൽ പതിവ് കുറവാണ്. അപ്പോൾ പറമ്പ് വാങ്ങുന്നത് ലാൻഡ് വാങ്ങുന്നത് കുഴപ്പമില്ല, ഫ്ലാറ്റ് നാട്ടിൽ വാങ്ങുന്നത് മണ്ടത്തരമാണ്. ദുബായിലാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൻ്റെ കേസിൽ റിട്ടേൺസ് കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് പല ബെനിഫിറ്റ്സ് വേറെയും ഉണ്ട്. ഈ സിറ്റി എന്ന് പറയുന്നത് ചെറിയ സിറ്റി ആയതുകൊണ്ടും ലാൻഡ് വളരെ കുറവായതുകൊണ്ടും ഒരുപാട് ടൗൺ ഹൗസുകളോ വലിയ പണിയാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റുകൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ആളുകൾ അപ്പാർട്ട്മെൻറ്റ് താമസിക്കാൻ ചൂസ് ചെയ്യുന്നത്. സേഫ്റ്റിയും കൂടുതലുണ്ട്. സേഫ്റ്റി ഒബ്വിയസ്ലി ഉണ്ട്. പിന്നെ അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ മോർ സേഫ്റ്റി എന്നുള്ളൊരു ഇതുണ്ട്, ഫാക്ടറുണ്ട്. പ്രൈസ് കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ദുബായ് ഈസ് എ അപ്പാർട്ട്മെന്റ് ഡ്രിവൺ മാർക്കറ്റ്. കുറച്ചുകൂടെ അപ്പാർട്ട്മെന്റ്സ് ആൾക്കാരുടെ ഡിമാൻഡ് ഉണ്ട്. ലെറ്റ്സ് സേ അങ്ങനെ പറയുമ്പോഴും വില്ലയ്ക്കും ടൗൺ ഹൗസിനുമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കാരണം അത് നമ്പർ ഓഫ് യൂണിറ്റുകൾ വളരെ കുറവാണ്. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇനി നമ്മൾ ഡിസ്ട്രസ് ഡീൽസിനെ നമുക്ക് വേറെ കുറച്ചും കൂടെ നമ്മളൊന്ന് കീറി മുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ലൈൻ ഡിസ്ട്രസ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു ലിവറേജ് ഡിസ്ട്രസ് ഉണ്ട്. പിന്നെ ഒരു പോർട്ട്ഫോളിയോ ഡിസ്ട്രസ് ഉണ്ട്. അതിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനൊരു ബയറാണ്, ഞാൻ വിൽക്കാൻ എൻ്റെ പ്രോപ്പർട്ടി പെട്ടെന്ന് വിൽക്കണം. അപ്പോൾ ടൈം ലൈൻ എന്ന് പറയുന്നത് പല റീസൺസ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 5 കാലഘട്ടങ്ങളിൽ വാങ്ങിച്ചതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസിൽ വിൽക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് വാങ്ങുന്നത് മണ്ടത്തിലാണ്. രണ്ടാമത്തത് ലിവറേജ് ഡിസ്ട്രസ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് ബാങ്ക് മോർഗേജിലും അങ്ങനെ എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഫൈനൽ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഇല്ലാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഡീലുകൾ ചിലപ്പോൾ നമുക്ക് ഡിസ്ട്രസ് ആയിട്ട് നല്ല ലാഭകരമായിട്ട്. കാരണം ഇനീഷ്യൽ സ്റ്റേജ് വാങ്ങിച്ചു ഇപ്പോൾ ഹാൻഡ് ഓവർ ആവാൻ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജ് ചിലപ്പോൾ 3-4 വർഷം മുമ്പായിരിക്കും. ആ സമയത്ത് വാങ്ങിച്ച വിലയിൽ തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ അതിലും കുറഞ്ഞ് ബാങ്കിൻ്റെ കിട്ടുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് ലിവറേജ് ഡിസ്ട്രസ് എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ഡിസ്ട്രസ് ആണ്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഇൻവെസ്റ്ററാണ്, എനിക്ക് 6-7 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിട്ട് 6 വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഈ 6 ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഒരെണ്ണം ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിച്ചത് നല്ല ടൈമിലൊക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും വലിയ പോർട്ട്ഫോളിയോ ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ അത് 2-3 ഡിസ്പോസ് ചെയ്യും. അങ്ങനെ കിട്ടുമ്പോഴും നമുക്ക് ചിലപ്പോൾ അത് ബൾക്കായിട്ട് ചിലപ്പോൾ നമുക്ക് നല്ല ഡീലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ എല്ലായിടത്തും കോമൺ ആണ്. നമ്മൾ ഡിസ്ട്രസ് അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും. അത് കറക്റ്റായിട്ട് പഠിച്ച് ആ വേവിനെ കുറിച്ച് പഠിച്ച് ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്, സർവീസ് ചാർജ് ഉണ്ട്,
അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ പ്രോപ്പർട്ടിയുടെ സർവീസ് ചാർജ് കൂടുതലായതുകൊണ്ട് നമ്മളത് അറിയാതെ പോയി വാങ്ങിച്ചാൽ നാളെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺസ് നോക്കുമ്പോൾ റെൻറ്റും കഴിഞ്ഞ് സർവീസ് ചാർജും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓണർ വിറ്റത്. അപ്പോൾ നമ്മളിങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ചീപ്പായിട്ട് കിട്ടുന്ന എല്ലാ ഡിസ്ട്രസ് പ്രോപ്പർട്ടീസും ലാഭമാണെന്നില്ല.